എലത്തൂർ ട്രെയിൻ തീവയ്പ് ഭീകരാക്രമണ കേസ് പ്രതി പാക് ഇസ്ലാമിക് പ്രഭാഷകരെ ഉൾപ്പെടെ പിന്തുടർന്നിരുന്നുവെന്ന റിപ്പോർട്ട്. ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഇതിനുള്ള തെളിവാണ് എന്ന് NIA. ഗൂഗിളിൽ മതഭീകര പ്രഭാഷണങ്ങൾക്ക് പുറമെ പോൺ സൈറ്റുകളും ഷാരൂഖ് സെയ്ഫ് തിരഞ്ഞിട്ടുണ്ട്. വിശദമായ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, എന്തൊക്കെ കണ്ടെത്തലുകളാണ് NIA നടത്തിയിരിക്കുന്നത്? രാഗേ, സംസ്ഥാനത്ത് ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളാകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് ഇതുപോലുള്ള സംഭവങ്ങളിൽ വിശദമായി തന്നെയുള്ള അന്വേഷണം പൂർത്തിയാക്കി ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിടുന്ന ഏറ്റവും നിർണായകവും എന്നാൽ ഞെട്ടിക്കുന്നതുമായ വിവരങ്ങൾ തന്നെ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ മതഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആളുകൾ ഉപയോഗിച്ചിരുന്നത് രാജ്യത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലുള്ള യുവാക്കളെ മതഭീകരവാദത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി പാകിസ്ഥാനിലെ തീവ്ര മതഭീകര പ്രഭാഷകർ ശ്രമിച്ചിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള മതഭീകര പ്രഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ ഷാരൂഖ് സെയ്ഫി അടക്കം ട്രെയിൻ ഭീകരാക്രമണ കേസിൽ ട്രെയിനിന് തീവച്ച് 3 പേരുടെ മരണത്തിനിടയാക്കിയ 9ഓളം പേർക്ക് പൊള്ളലേൽക്കാനിടയാക്കിയ 2023 ഏപ്രിൽ 2 കേരളത്തിൽ നടന്ന ഈ ഒരു ട്രെയിൻ തീവെപ്പ് കേസിലെ ഏറ്റവും മുഖ്യ പ്രതിയും ഒരേ ഒരു പ്രതിയുമായ ഷാരൂഖ് സെയ്ഫിയുടെ ഭീകരവാദ ബന്ധങ്ങൾ, ഭീകര ആശയ പ്രചരണങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ അതിലെ പാകിസ്ഥാൻ ബന്ധങ്ങൾ കൂടി, പാകിസ്ഥാനിലെ മതഭീകര പ്രചാരകരുടെ ബന്ധങ്ങൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇയാൾ നിരന്തരമായി മതപ്രഭാഷകരെ, ഭീകര ആശയ പ്രചാരകരെ നിരന്തരമായി പിന്തുടർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ മതപ്രചാരകരുടെ പ്രഭാഷണങ്ങളായിരുന്നു കേട്ടിരുന്നത്. അതിലാണ് വ്യക്തരൂക്ഷിതമായ ആക്രമണങ്ങളെ കുറിച്ച് പറയുന്നത്, കാഫിറുകളെ കുറിച്ച് പറയുന്നത്. അതായത് തങ്ങളുടെ മതവിശ്വാസികളല്ലാത്ത എല്ലാവരെയും കാഫിറുകളായി കരുതണമെന്നും അവരുടെ ഉന്മൂലനമാണ് ലക്ഷ്യമാക്കേണ്ടത് എന്നെല്ലാമുള്ള നിരന്തരമായ പ്രഭാഷണങ്ങൾ എല്ലാം കേട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഷാരൂഖ് സെയ്ഫി ഇങ്ങനെ ഒരു ഭീകരാക്രമണത്തിന് തയ്യാറെടുത്തത്. കൃത്യമായ ഒരു ആസൂത്രണം സ്വന്തം നിലയ്ക്ക്, മറ്റൊരാളുടെ പങ്കാളിത്തമില്ല എന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു ഇതുവരെയുള്ള അന്വേഷണത്തിൽ. അങ്ങനെ സ്വന്തം നിലക്ക് ഈ ആലോചനകൾ നടത്തുന്നു, അതിനുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നു. കേരളത്തെ അതിനുള്ള ഒരു കേന്ദ്രമാക്കി തന്നെ കൃത്യമായി ഷാരൂഖ് സെയ്ഫി മനസ്സിലാക്കുകയും ചെയ്യുന്നു. കാരണം ഇയാൾ ഡൽഹി സ്വദേശിയാണ്. എവിടെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തി ഭീകരതയുണ്ടാക്കുമെന്ന ആലോചന വന്നപ്പോൾ അവിടെ പെട്ടെന്നൊന്നും പിടിക്കപ്പെടില്ല എന്നും പരിശോധനകൾ നടക്കില്ല എന്നും ഉറപ്പുള്ള കേരളം അതിനായി അത്തരത്തിലുള്ള ഒരു കേന്ദ്രമായി കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുന്നു. അതിനുശേഷം കേരളത്തിലെത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രഭാഷണങ്ങൾ നിരന്തരമായി കേട്ടിരുന്നു എന്ന് മാത്രമല്ല ഇവരെയെല്ലാം പിന്തുടരാനും ഇവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഇയാൾ ഷാരൂഖ് സെയ്ഫി ശ്രമിച്ചിരുന്നു. തന്നെ പോലുള്ള മറ്റ് യുവാക്കളെ കൂടി ഇതിന്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടിയാണ് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ വ്യക്തമാകുന്നത്. ഇയാളുടെ ഫേസ്ബുക്ക് ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളാണ് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നത്. നേരത്തെ ഷാരൂഖ് സെയ്ഫി പിടിയിലായപ്പോൾ ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചിരുന്നു. ആ മൊബൈൽ ഫോണിൻ്റെ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. പിന്നീട് അതിൻ്റെ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. അങ്ങനെ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. ആ ഒരു സൈബർ ഫോറൻസിക് പരിശോധനയിലാണ് ഈ ആളുകളെ ഇസ്രാർ അഹമ്മദ്, താരിഖ് ജാമിൽ, മുഫ്തി താരിഖ് മസൂദ്, തൈമൂർ അഹമ്മദ് എന്നിവരെ ഷാരൂഖ് സെയ്ഫി പിന്തുടർന്നിരുന്നതെന്നും ഇവരുടെ വർഗീയമായ ഭീകരവാദ ആശയങ്ങൾ മറ്റു ആളുകളിലേക്ക് കുത്തിവെക്കുന്നതിന് കൃത്യമായ ആസൂത്രണത്തോടെയുള്ള പ്രഭാഷണങ്ങളായിരുന്നു കേട്ടിരുന്നത് എന്നും വ്യക്തമായത്. അങ്ങനെയാണ് ഇയാൾ ഈ കാഫിറുകൾ എന്നും ജിഹാദിനുള്ള തയ്യാറെടുപ്പുമെല്ലാം തന്നെ നടത്തിയത്. ഈ ജിഹാദ് എന്ന ആശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീവ്ര ചിന്താഗതി ഇയാളുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് തന്നെ പാകിസ്ഥാനിലെ മതഭീകര പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടാണ്. നിരന്തരമായി അത് കേട്ടുകൊണ്ടാണ് ഈ കാഫിറുകൾ എന്ന ചിന്താഗതി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഷാരൂഖ് സെയ്ഫി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷാരൂഖ് സെയ്ഫി ഉൾപ്പെട്ട ഷാരൂഖ് സെയ്ഫി നടത്തിയിട്ടുള്ള എലത്തൂർ ഭീകരാക്രമണ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളായി NIA അവതരിപ്പിക്കുന്നതിൽ, NIA മുന്നോട്ട് വയ്ക്കുന്നതിൽ, കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമാണ് പാകിസ്ഥാനിലെ മതഭീകരവാദ ആശയ പ്രചാരകരുമായുള്ള ബന്ധം. അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അത് പിന്തുടരാനും അത് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ഷാരൂഖ് സെയ്ഫി നടത്തിയിരിക്കുന്ന ശ്രമങ്ങളുമെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത്.
പറയുന്നത്. ഇത് സൈബർ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളിൽ ഇതിന്റെ റിപ്പോർട്ടുകളുണ്ട്. മറ്റ് പോൺ സൈറ്റുകൾ ഇയാൾ നിരന്തരമായി കണ്ടിരുന്നു. മറ്റെന്തെല്ലാമാണ് കണ്ടിരുന്നത് എന്നതാണ് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിച്ചത്. മറ്റൊന്ന് കാർപ്പൻട്രിയുമായി ബന്ധപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു എങ്കിൽ, മറ്റൊന്ന് പോൺ സൈറ്റുകളായിരുന്നു എങ്കിൽ, ഏറ്റവും അധികം സമയം ചെലവഴിച്ചിരുന്നത് ഭീകരവാദ ആശയ പ്രചരണങ്ങൾ നടത്തുന്ന കാഫിറുകൾ എന്ന വാക്ക് ഉച്ചരിക്കുന്ന, കാഫിറുകൾ എന്ന രീതിയിൽ മറ്റ് ആളുകളെ ചിന്തിക്കാൻ, കാണാൻ പ്രേരിപ്പിക്കുകയും അവർക്കെതിരെ നീങ്ങാൻ വേണ്ടി ആഹ്വാനം നടത്തുകയും ചെയ്യുന്ന ആളുകളുടെ പ്രഭാഷണങ്ങളായിരുന്നു. എന്താണ് ജിഹാദ് എന്നും അത് എങ്ങനെ നടപ്പിലാക്കാമെന്നുമുള്ള കാര്യങ്ങൾ ഇയാൾ കൃത്യമായി തന്നെ സെർച്ച് ചെയ്തിരുന്നു. ഈ ഗൂഗിളിലടക്കം സെർച്ച് ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളുടെ പ്രഭാഷണങ്ങൾ, കൂടുതൽ ആളുകളുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ നിരന്തരം കേട്ടു. സക്കീർ നായിക്കിനെ പിന്തുടർന്ന പോലെ തന്നെയായിരുന്നു പാക് മതഭീകരവാദ ആശയക്കാരെയും ഇയാൾ പിന്തുടർന്നത്. മതപണ്ഡിതരെ അല്ലെങ്കിൽ മതപ്രചാരകര എന്ന നിലയിൽ മുന്നോട്ട് വരികയും മതഭീകരവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ഇയാൾ കണ്ടിരുന്നത്. അവരുടെ പ്രഭാഷണങ്ങളാണ് നിരന്തരമായ ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത്. എലത്തൂർ ട്രെയിൻ തീവെപ്പിലേക്കും അതിൻ്റെ തുടർന്ന് 3 പേർ മരിക്കുകയും 9 പേർ പരിക്കേൽക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കും എല്ലാം എത്തിച്ചത് എന്ന കാര്യമാണ് ഇവിടെ ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. രാഖി, അതായത് ജിജീഷ്, പാക് ഭീകരതയ്ക്ക് വളക്കൂറുള്ള മണ്ണായി മാറുകയാണ്, അല്ലെങ്കിൽ മതഭീകരതയ്ക്ക് വളക്കൂറുള്ള മണ്ണായി കേരളം മാറുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എന്നുകൂടി പറയാമല്ലേ ഈ ഷാരൂഖ് സേഫിക്കെതിരായ കണ്ടെത്തലുകൾ? രാജെ, നിരവധി സംഭവങ്ങൾ കേരളം കേന്ദ്രീകരിച്ച് മതഭീകരവാദികൾ എത്രമാത്രം ശക്തിപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാകുന്ന നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേത് എന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിന് ശേഷവും സമാനമായ നിരവധി സംഭവങ്ങളുണ്ടായി. അങ്ങനെ കേരളം കൃത്യമായി തന്നെ ഭീകരവാദികളുടെ കേന്ദ്രമാകുന്നു. അത് കേരളത്തിലുള്ള ഭീകരവാദ ആശയ പ്രചാരകരുടെ മാത്രമല്ല, അല്ലെങ്കിൽ ഭീകരവാദി സ്ലീപ്പർ സെല്ലുകളുടെ മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഭീകരവാദികളുടെ, ഷാരൂഖ് സേഫിയെ പോലുള്ള ആളുകളുടെ കൂടി ആക്രമണ പദ്ധതികളിലെ ലക്ഷ്യമായി കേരളം മാറുന്നു എന്നതാണ് പ്രധാനം. കാരണം നേരത്തെ വിവിധ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ വ്യക്തമാക്കിയിരുന്നു, കേരളത്തിലെ പല കേന്ദ്രങ്ങളും ഭീകരവാദികൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതിൽ തന്ത്രപ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുള്ള കൊച്ചി അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യകേന്ദ്രങ്ങളാണ്. അവിടെയുള്ള ഷിപ്പ്യാർഡ്, ഒപ്പം തന്നെ കൊച്ചി എണ്ണ ശുദ്ധീകരണശാല അടക്കമുള്ള സ്ഥലങ്ങൾ, മട്ടാഞ്ചേരി, നിരവധി വിദേശികൾ പല സമയങ്ങളിലായി ടൂറിസ്റ്റുകളായി വന്നു പോകുന്ന മട്ടാഞ്ചേരി അടക്കമുള്ള, ഫോർട്ട് കൊച്ചി അടക്കമുള്ള മേഖലകൾ, ഈ മേഖലകളിലെല്ലാം തന്നെ ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നു എന്ന് വ്യക്തമാക്കി. എന്നാൽ അതിനും അപ്പുറം സാധാരണക്കാരായ നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യുന്ന ട്രെയിനുകൾ അല്ലെങ്കിൽ പൊതുഗതാഗത മാർഗങ്ങൾ, യാത്രാ മാർഗങ്ങൾ കൂടി ഭീകരവാദികൾ അവരുടെ ലക്ഷ്യകേന്ദ്രങ്ങളാക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവും അതിൻ്റെ ഏറ്റവും മുഖ്യ ദൃഷ്ടാന്തവുമായി മാറിയിരുന്നു ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസ്. കൂടുതൽ ആളുകളെ അപായപ്പെടുത്താനും കൂടുതൽ ആളുകൾക്ക് പരിക്കേൽപ്പിക്കാനും കൂടുതൽ ആളുകളുടെ ജീവൻ അപഹരിക്കാനുമായിരുന്നു ഷാരൂഖ് സേഫി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അതിനെ ചെറുത്തു നിൽക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് അവിടെയുള്ള ആളുകൾ പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. മറ്റു ചില ആളുകൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ജീവൻ രക്ഷാർത്ഥം പുറത്തേക്ക് ചാടി. അവരിൽ 3 പേരാണ് മരണപ്പെട്ടത്. ഓടുന്ന തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. മറ്റു ആളുകൾക്ക് തീപ്പൊള്ളലേറ്റു. അവർക്കെല്ലാം നേരെ പെട്രോൾ ഒഴിച്ച കന്നാസുകൾ വലിച്ചെറിഞ്ഞ്, അതിൽ നിന്ന് പെട്രോൾ വലിച്ചെറിഞ്ഞ് തീ കൊളുത്തുകയായിരുന്നു ഷാരൂഖ് സേഫി ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലൂടെ ഷാരൂഖ് സേഫി ലക്ഷ്യമിട്ടത് കേരളത്തിൽ കൂടി ഒരു ഭീകരത സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തന്നെ പോലുള്ള ഭീകര ആശയ പ്രചാരകരായ ആളുകളുടെ എല്ലാം ലക്ഷ്യം എന്നതുപോലെ തന്നെ രാജ്യത്ത് ഭീകരത സൃഷ്ടിക്കുക, ഒപ്പം തന്നെ ഭീകരവാദ സംഘടനകൾ ശക്തി പ്രാപിക്കുന്നു എന്ന് കൃത്യമായി സർക്കാരിനെ അറിയിക്കുക, തങ്ങൾ കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ അത് ഒരു കാര്യങ്ങൾ നൽകുക, അത്തരമൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയായിരുന്നു ഷാരൂഖ് സേഫിയും ഉദ്ദേശിച്ചത്. അങ്ങനെ കേരളത്തെ ഒരു കൃത്യമായ സ്ഥലമാക്കി മാറ്റിക്കൊണ്ട്, ഭീകരതയുടെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട്, സുരക്ഷിത താവളമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഷാരൂഖ് സേഫി ചെയ്തത്. ട്രെയിൻ തീവെപ്പ് ഭീകരാക്രമണ കേസ് പ്രതി പാക് ഇസ്ലാമിക് പ്രഭാഷകരെ ഉൾപ്പെടെ പിന്തുടർന്നിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഇതിനുള്ള തെളിവാണ് എന്ന് NIA ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ജിജീഷ് കരുണാകരനാണ്.